Dear students, today I want to revise the topic Principles of Communication, especially for KEAM and JEE aspirants. നമ്മുടെ കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് കമ്മ്യൂണിക്കേഷൻ. കാരണം കഴിഞ്ഞ വർഷങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുക്കുമ്പോൾ minimum we can wait 4 or 5 questions from this small chapter. അതോടൊപ്പം ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് വെയിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആയതുകൊണ്ട് തന്നെ ബി കെയർഫുൾ വിത്ത് ദിസ് ചാപ്റ്റർ. വി ക്യാൻ ഗോ ത്രൂ ദ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ്. അതിലേറ്റവും പ്രധാനം നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട കൺസെപ്റ്റ് എന്ന് പറയുന്നത് ആദ്യത്തെ ഭാഗം ടെർമിനോളജിയാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ചധികം ടേമുകൾ നമുക്ക് അറിഞ്ഞിരിക്കണം. പിന്നെ വളരെ പ്രധാനമായിട്ടും വരുന്ന രണ്ട് ഭാഗങ്ങൾ സ്പേസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് മോഡുലേഷൻ. ഫസ്റ്റ് വൺ, at first we have to go through some terms relating the communication. You know, the communication means transfer of information from one point to another in an intelligible manner. സാധാരണ ട്രാൻസ്ഫർ ഓഫ് ഇൻഫർമേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഫിസിക്സ് പരമായിട്ട് നമുക്ക് ചിന്തിക്കേണ്ട കാര്യങ്ങൾ, ഇറ്റ് മേ ബി മെസ്സേജ്, ഇറ്റ് മേ ബി സിമ്പിൾ, ഇറ്റ് മേ ബി സോങ്, പിക്ചർ ഓർ ഡോക്യുമെന്റ് ഓർ ഡേറ്റ. ഇതിനെല്ലാം നമ്മൾ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻസുകളും ഡിഫറെൻ്റ് ആണ്. എന്ന് പറയുമ്പോൾ ഇറ്റ് മേ ബി എ റേഡിയോ ഓർ എ ടെലിവിഷൻ ഓർ എ ഫാക്സ് മെഷീൻ ഓർ എ കമ്പ്യൂട്ടർ, മൊബൈൽ, എക്സെട്ര. എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ ഏറ്റവും പ്രാധാന്യമാണ് നമ്മുടെ ഡോക്യുമെൻ്റ് ട്രാൻസ്മിഷൻ ഉപയോഗിക്കുന്ന ഫാക്സ് എന്ന് പറയുന്നത്. സോ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കൺസെപ്റ്റ്, ഈ ഫാക്സ് എന്ന് പറയുന്ന വേർഡ് ദാറ്റ് ഈസ് കമ്മിങ് ഫ്രം the word as a facsimile. The word facsimile means exact reproduction. ആ ഒരു കാര്യം ഓർത്തിരിക്കുക. നമ്മൾ സാധാരണ ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിലെ ബേസിക് എലിമെൻറ്റ്സ് എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 എലിമെൻറ്റ്സ് ഓർത്തിരിക്കുക: ട്രാൻസ്മിറ്റർ, ചാനൽ ആൻഡ് ദ റിസീവർ. സോ ട്രാൻസ്മിറ്റർ ഈസ് ഇൻ റിലേഷൻ വിത്ത് ദ പ്രൊഡക്ഷൻ യൂണിറ്റ്. അപ്പോൾ നമുക്ക് കൃത്യതയോടെ ഒരു ടാർഗറ്റിൽ, ഇപ്പോൾ തിരുവനന്തപുരം ട്രിവാൻഡ്രം ദൂരദർശൻ കേന്ദ്രത്തിൽ നിന്ന് അല്ലെങ്കിൽ ഓൾ ഇന്ത്യ റേഡിയോയിൽ നിന്ന് കോട്ടയത്തെത്തണം എന്നുള്ള ഒരു കൺസെപ്റ്റ് ആണെങ്കിൽ കോട്ടയം വരെ കൃത്യമായിട്ട് എത്തത്തക്ക തരത്തിൽ എനർജി കൊടുത്തുകൊണ്ട് അതിനെ, ഇപ്പോൾ നമ്മുടെ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ മനോഹരമായ യേശുദാസിൻ്റെ പാട്ടും നമ്മുടെ റേഡിയോ വേവ്സും കൂടെ മിക്സ് ചെയ്ത് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്ന ആ ട്രാൻസ്മിറ്റർ. സോ ദ പ്രൊഡക്ഷൻ യൂണിറ്റ് ആൻഡ് ദ ചാനൽ എന്ന് പറയുമ്പോൾ അവിടെ വരുന്നത് എയർ എന്ന് പറയുന്ന ഒരു മീഡിയമാണ്. സോ ദ മീഡിയം ത്രൂ വിച്ച് അവർ ഇൻഫർമേഷൻ പ്രൊപ്പഗേറ്റ്സ്, അത് സാധാരണ രൂപത്തിൽ ഇറ്റ് മേ ബി എയർ ഓർ വയർ. പിന്നെ ദ തേർഡ് വൺ, ദ റിസീവർ, വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റ്, ദ സെൻസറിങ് യൂണിറ്റ്. അപ്പോൾ ഒരു ആൻറ്റിന ഈ ഇൻഫർമേഷനുകൾ സ്വീകരിക്കുന്നു, അതിലൊന്ന് ഇൻഫർമേഷൻ റീട്രൈവ് ചെയ്തെടുക്കുന്നു. So in together we can say the basic elements are transmitter, channel and the receiver. See, there are 2 types of communication systems based on the number of transmitters and the receiver. The first one is the point-to-point communication system, and keep in mind there is single transmitter, single receiver system. അതിന് നല്ലൊരു എക്സാമ്പിൾ ആണ് നമ്മുടെ ടെലിഫോണി അല്ലെങ്കിൽ പോലീസ്മെന്നിൻ്റെ കയ്യിലുള്ള വാക്കി ടോക്കി ഒക്കെ. The second one, the broadcast communication system, means a transmitter, one transmitter, many receivers, a multi-user friendly system, meaning radio or television we can say are the best example for that. ഇനി നമുക്ക് കുറച്ച് ടേമുകൾ, ട്രാൻസ്ഡ്യൂസർ. So that is means nothing but the energy converted from one form to another. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഓർത്തിരിക്കട്ടെ. like a microphone, loudspeaker, solar cell,
We can quote the examples as a transducer. Signal, keep in mind, it is nothing but the converted information in the electrical form. ഇലക്ട്രിക്കൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്താൽ മാത്രമേ ആ മെസ്സേജിനെ നമുക്ക് എപ്പോഴും സിഗ്നലായിട്ട് നമുക്ക് പറയാൻ പറ്റൂ. സാധാരണ we are with the two type of signals, analog signal and digital signal. ഇപ്പോൾ സാധാരണ ഒരു സിനുസോയിഡൽ വേവ് ആണ് നമ്മുടെ അനലോഗ് സിഗ്നൽ എന്ന് പറയുമ്പോൾ we know their characteristics as wavelength, time period, frequency, phase, like that. പക്ഷേ ഇവിടെ വരുമ്പോൾ ഡിജിറ്റൽ സിഗ്നൽ വരുമ്പോൾ അതിനെ സംടൈംസ് വി ആർ കോൾ ഇറ്റ് as with another name as പൾസ് എന്ന് നമ്മൾ പറയാറുണ്ട്. സോ കീപ്പ് ഇൻ മൈൻഡ് അവിടുത്തെ പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സുകൾ ഓർത്തിരിക്കുക. ഇൻ പ്ലേസ് ഓഫ് ആംപ്ലിറ്റ്യൂഡ്, ഈ ഹൈറ്റിനെ, ഈ നമ്മുടെ ഡിജിറ്റൽ സിഗ്നലിൽ ഈ ഹൈറ്റിന് നമ്മൾ വിളിക്കുന്ന പേരാണ് പൾസ് ആംപ്ലിറ്റ്യൂഡ് എന്നാണ് വിളിക്കുക. പൾസ് ആംപ്ലിറ്റ്യൂഡ് വളരെ പ്രധാനപ്പെട്ട ഒരു ടേമാണ്. And this one, that is what is called the pulse width or pulse duration. And this one, ഒരു പെർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റിലെ ആംപ്ലിറ്റ്യൂഡ് സീറോയിലേക്ക് എത്തുന്നു, ഒരു പെർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റ് ആ ആംപ്ലിറ്റ്യൂഡ് മാക്സിമത്തിലേക്ക് വരുന്നു. സോ ഈ സീറോയിലേക്ക് വരുന്നതിനെ നമ്മൾ പൾസ് ഫോൾ എന്നും മുകളിലോട്ട് പോകുന്നതിനെ പൾസ് റൈസ് എന്നുമാണ് നമ്മൾ പറയുക. ഈ ടേമുകൾ ഒന്ന് ഓർത്തിരിക്കുക വിത്ത് ഡിജിറ്റൽ സിഗ്നൽസ്. See the attenuation, the loss of strength of the signals due to the medium. So that is a very important concept. ഇപ്പോൾ നമ്മുടെയൊക്കെ സൗണ്ട് കുറച്ചധികം സ്ഥലങ്ങളിലേക്ക് മൂവ് ചെയ്യുന്നില്ല എന്നതിൻ്റെ റീസൺ we can say the attenuation. The noise, the addition of unwanted frequencies in the signal. ഇപ്പോൾ നമ്മൾ ടി വി കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു മൊബൈൽ അടുത്ത് കൊണ്ടുപോകാൻ ഉണ്ടാകുന്ന ഫ്ലക്ച്വേഷൻസ്. സോ ദ അഡീഷൻ ഓഫ് ദാറ്റ് മൊബൈൽ സിഗ്നൽസ് വിത്ത് ദ അവർ ടി വി സിഗ്നൽ. സോ ദാറ്റ് ഈസ് കോൾഡ് ദ നോയ്സ്. ആംപ്ലിഫിക്കേഷൻ, increasing the amplitude of signals. So we are using loudspeakers, see microphone, in order to increase the amplitude. ഒരു ഇലക്ട്രോണിക് സർക്യൂട്ടിൻ്റെ സഹായത്തോടെ ആയിരിക്കും അത് ചെയ്യുന്നത്. Range, it is the largest distance between a source and a destination, a transmitter and a receiver, up to which the signal is received with sufficient strength. സാധാരണ രൂപത്തിൽ റേഞ്ച് ഇൻക്രീസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ് റിപ്പീറ്റേഴ്സ്. They are actually the towers used in different communication systems to increase the range. വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റാണ്. ഇവിടെ കേരള എൻട്രൻസിൽ പലപ്പോഴായിട്ട് ചോദിച്ചിരിക്കുന്ന ഒരു കൺസെപ്റ്റാണ് ബാൻഡ് വിഡ്ത്ത്. The bandwidth, the range of frequencies with which that instrument works എന്നുള്ള ഒരു കൺസെപ്റ്റിൽ നമുക്ക് എടുക്കാം. സാധാരണ ഒരു കൊയാക്സിയൽ കേബിളൊക്കെ ആണെങ്കിൽ അതിൽ അറൗണ്ട് 750 ആണ് ബാൻഡ് വിഡ്ത്ത് ആയിട്ട് പറയാം. നമ്മുടെ AM ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ എടുക്കുമ്പോൾ ഈ ഫ്രീക്വൻസി ബാൻഡ് വിഡ്ത്ത്, ദാറ്റ് ഈസ് ഫോർ ദ മീഡിയം വേവ് ബാൻഡ്, അതൊരു ഷോർട്ട് വേവ് ബാൻഡ് ആണെങ്കിൽ വി ക്യാൻ സേ ആസ് 3 to 30 MHz. അപ്പോൾ ഇങ്ങനെയുള്ള ബാൻഡ് വിഡ്ത്തുകൾ പഠിച്ചിരിക്കുക. ഒരു ക്വസ്റ്റ്യൻ അതുമായി ബന്ധപ്പെട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. FM ടവേഴ്സ്, സോ ഇറ്റ് ഈസ് റെസ്ട്രിക്റ്റഡ് ഫ്രം 88 to 108 MHz. നമ്മൾ മൊബൈൽ ടവേഴ്സ് എടുക്കുമ്പോൾ അപ്പ് ലിങ്കിങ്ങിനും ഡൗൺ ലിങ്കിങ് ഫ്രീക്വൻസി ഉൾപ്പെടെ നമ്മൾ പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് ഫ്രം 896 to 901, 840 to 935 MHz. സാറ്റലൈറ്റ്സിൽ ഓർഗണെ വി ആർ യൂസിങ് GHz. For the uplinking, 5.9 to 6.4 GHz and downlinking 3.7 to 4.2 GHz. ഏറ്റവും കൂടുതൽ ബാൻഡ് വിഡ്ത്ത് ഉള്ള സിസ്റ്റം എന്ന് പറയുന്നത് ഓപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റമാണ്. ഓർത്തിരിക്കുക, ടെറാഹെഡ്സ് ആണ് അതിൻ്റെ ഫ്രീക്വൻസിയിലേക്ക് വരുന്നത്. 1 ടെറാ to 1000 ടെറാഹെഡ്സ് ആണ് അതിൽ സാധാരണ രൂപത്തിൽ ഫ്രീക്വൻസി ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത്രയും ടേമുകളൊന്ന് നല്ല രൂപത്തിൽ ഓർത്തിരിക്കുക. പിന്നെ നമ്മുടെ ഈ ചാപ്റ്ററിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഡീൽ ചെയ്യേണ്ട ഒരു കൺസെപ്റ്റാണ് സ്പേസ് കമ്മ്യൂണിക്കേഷൻ. ഇപ്പോൾ സ്പേസ് കമ്മ്യൂണിക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡിഫറെൻറ്റ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസിൽ നമ്മുടെ ട്രാൻസ്മിറ്ററിൽ നിന്ന് റിസീവറിലേക്ക് ഏത് വഴിയാണ് നമ്മുടെ ഇൻഫർമേഷൻസ് മൂവ് ചെയ്യുന്നത് എന്ന് ബേസ് ചെയ്ത് അതിൽ ഇതൊരു എർത്തിലെ ഒരു ട്രാൻസ്മിറ്ററാണ്, റിസീവർ ആണെങ്കിൽ പല വഴികളിലൂടെ ഇൻഫർമേഷൻസ് എത്താറുണ്ട്. അതിൽ ആദ്യത്തേതാണ് നമുക്ക് പേര് ഗ്രൗണ്ട് വേവ് പ്രൊപ്പഗേഷൻ എന്ന് പറയുമ്പോൾ ഒരു ട്രാൻസ്മിറ്ററിൽ നിന്ന് റിസീവർ എർത്തിൻ്റെ സർഫസിൽ വന്നിടിച്ച് റിഫ്ലക്റ്റ് ചെയ്ത് എത്താം, അല്ലെങ്കിൽ എർത്തിൻ്റെ സർഫസിന് മുകളിലൂടെ അത് വേവായിട്ടെത്താം. അപ്പോൾ അതിനെ നമ്മൾ സാധാരണ പറയുന്നത് ഇങ്ങനെയാണ്: ഭൂതല സംപ്രേഷണം ത്രൂ റിഫ്ലക്റ്റഡ് വേവ്സ് ആൻഡ് സർഫസ് വേവ്സ്. രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് ട്രാൻസ്മിറ്ററിൽ നിന്ന് വേവിനെ നമ്മൾ അറ്റ്മോസ്ഫിയറിലേക്ക് എല്ലാ ഡയറക്ഷനിൽ മൂവ് ചെയ്യാൻ പറ്റുന്നു,
പക്ഷേ അവിടെ ഒരു വളരെ പ്രധാനപ്പെട്ട പ്രസൻസ് ഉണ്ട്, അയണോസ്ഫിയർ എന്ന് പറയുന്ന എർത്തിലെ ഒരു ലെയർ ഓഫ് അറ്റ്മോസ്ഫിയർ. പക്ഷേ അവിടുത്തെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത് മീസോസ്ഫിയറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ദാറ്റ് N0 ടേക്ക് ദ ഗ്രേറ്റർ വാല്യൂ കമ്പയർഡ് ടു N ഡാഷ്. The total internal reflection will happen and that rays are come back to the receiver. So ആ പ്രോസസ്സാണ് നമ്മുടെ രണ്ടാമത്തെ നമ്പർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. So that is what is called the sky wave propagation or ionospheric propagation. And the third one, it is nothing but the special cases, that is for our FM systems and for television transmitters we are using that one. It is called the line of sight communication or space wave communication. And keep in mind, from the transmitter to receiver, directly that movement is there, information. And it is also called the space wave communication. And is denoted as the third one. But higher frequencies, they are used by the satellite communication. So that is marked as this one. So ഈ ഫിഗറും അതിൻ്റെ ടേമുകളും ആദ്യം നിങ്ങൾ ഓർത്തിരിക്കുക. See the ground wave propagation. അപ്പോൾ എർത്തിൻ്റെ സാന്നിധ്യം വളരെ അടുത്ത് ഉള്ളത് കൊണ്ട് തന്നെ, and keep in mind the attenuation, it's a frequency dependable. So the low frequency band is used here. So in റേഡിയോയിലെ മീഡിയം വേവ് ബാൻഡ് ഇതിന് ബെസ്റ്റ് എക്സാമ്പിൾ ആണ്, with 0.5 megahertz to 1.6 megahertz. And keep in mind the maximum range depends upon the two factors. One, the power of antenna and the frequency it is used. So ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കൺസെപ്റ്റ്സ് വിത്ത് ഗ്രൗണ്ട് വേവ് പ്രൊപ്പഗേഷൻ. സ്കൈ വേവ് പ്രൊപ്പഗേഷൻ, അവിടെ ഓർക്കണേ അയണോസ്ഫിയർ എന്ന് പറയുന്നതിന് വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് അയണൈസ്ഡ് ആയിട്ടുള്ള ലെയേഴ്സാണ് അതിൽ ഉപയോഗിക്കുക എന്നുള്ള കാര്യം ഓർക്കുക. ഈ അയണൈസ്ഡ് ലെയേഴ്സിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് സീസൺ ടു സീസൺ, ടൈം ടു ടൈം, ഡേ ആണോ നൈറ്റ് ആണോ വെച്ച് മാറുന്നു എന്നുള്ള കാര്യം ഓർക്കുക. ഒരു ന്യൂൺ ടൈമിലെ ഒരു സിറ്റുവേഷൻ നമ്മളൊന്ന് അനലൈസ് ചെയ്താൽ, കീപ്പ് ഇൻ മൈൻഡ് ദാറ്റ് അയോണൈസേഷൻ എക്സ്റ്റെൻഡ്സ് അപ് ടു ദ സ്ട്രാറ്റോസ്ഫിയർ. സാധാരണയുള്ള മീസോസ്ഫിയറിൻ്റെ മുകളിലുള്ള അയണോസ്ഫിയറിനെ വി ക്യാൻ ഡിവൈഡ് ഇൻ ടു, see that ionization extends up to the stratosphere, and hence we can divide it into 4 sections as a D layer, E layer, F1, F2. ഈ 4 ലെയേഴ്സ് ആയിട്ട് നമുക്കിതിനെ ഡിവൈഡ് ചെയ്യാം. അപ്പോൾ അതിലും ഓർത്തിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഡി ആൻഡ് ഇ ലെയർ, ഇത് 2 ലെയറും ന്യൂ ടൈമിൽ മാത്രമേ ഉള്ളൂ, നൈറ്റ് ആകുമ്പോൾ അത് ഡിസപ്പിയർ ചെയ്യുന്നു എന്നുള്ള കാര്യം ഓർക്കാം. പക്ഷേ F1 ആൻഡ് F2 നൈറ്റ് ആകുന്ന സമയത്ത് മെർജസ് ടു ഫോം അവർ അയണോസ്ഫിയർ. സോ ഈ ഒരു കൺസെപ്റ്റ് എപ്പോഴും നിങ്ങളുടെ മനസ്സിലേക്ക് ഓർത്തിരിക്കട്ടെ. നമ്പർ ഡെൻസിറ്റി, ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പെർ യൂണിറ്റ് വോളിയം ഇൻ ദ ഡിഫറെൻറ്റ് ലെയേഴ്സ് ഓഫ് ദ അയണോസ്ഫിയർ, അത് മാറുന്നു ഓരോ ടൈമിലും എന്നുള്ള കാര്യം ഓർക്കുക. സാധാരണ രൂപത്തിലൊരു 10⁻⁴ നമ്പർ ഡെൻസിറ്റിയാണ് പറയുന്നതെങ്കിൽ അത് ഹയസ്റ്റ് അറ്റ്മോസ്ഫിയറിക് ലെയറിലേക്ക് വരുമ്പോൾ എറൗണ്ട് 10⁻12 വരെയൊക്കെ ആകുന്നു എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഓരോ ലെയറും ഓരോ ഫ്രീക്വൻസിക്കായിരിക്കും അത് ഉപയോഗിക്കുക. സി, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ സ്കൈ വേവ് പ്രൊപ്പഗേഷൻ സാധാരണ രൂപത്തിൽ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഷോർട്ട് വേവ് ബാൻഡിലാണ് വിത്ത് എ ഫ്രീക്വൻസി ബാൻഡ് ഓഫ് 3 to 30 മെഗാഹെർട്സ്. നമ്മുടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ ഡിപ്പെൻഡൻസ് നോക്കുമ്പോൾ ഈ റിലേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് അവർ അയണോസ്ഫിയർ എന്ന് പറയുന്നത് N0 ടൈംസ് 1 - NE²/m⁴ the whole raised to half. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ് നമ്മളുടെ ക്രിട്ടിക്കൽ ഫ്രീക്വൻസി, വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റ്. ഓരോ ലെയറിനും ഓരോ നമ്പർ ഡെൻസിറ്റി ആയതുകൊണ്ട് ഓരോ ഒരു ലിമിറ്റിംഗ് ഫ്രീക്വൻസീസ് ദെയർ, ഇറ്റ് ഈസ് റിഫ്ലക്റ്റഡ് ബാക്ക് ടു ദ എർത്ത്. സോ ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് ദ ക്രിട്ടിക്കൽ ഫ്രീക്വൻസി, ആൻഡ് ദിസ് റിലേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, ആൻഡ് ദാറ്റ് ഈസ് ഗിവൺ ആസ് 9 × n⁻². പക്ഷേ ആ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ആ മാക്സിമം 9 to 10 മെഗാഹെർട്സ് വരെ മാത്രമേ തിരിച്ചു വരാൻ പറ്റൂ. പക്ഷെ അത് ഇൻക്രീസ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന കൺസെപ്റ്റാണ് മാക്സിമം യൂസബിൾ ഫ്രീക്വൻസി എന്നുള്ള കാര്യം ഓർക്കുക. അത് നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുന്ന അതിൻ്റെ ആംഗിൾ മാറുന്നതിനനുസരിച്ച് നമുക്ക് തിരിച്ചു വരുന്ന ക്രിട്ടിക്കൽ ഫ്രീക്വൻസിയുടെ അളവ് നമുക്ക് കൂട്ടിയെടുക്കാൻ പറ്റുമെന്ന കൺസെപ്റ്റാണ് MEF എന്ന് പറയുന്നത്. സി ദ സ്കിപ്പ് സോൺ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. സാധാരണ രൂപത്തിൽ ഗ്രൗണ്ട് വേവ് പ്രൊപ്പഗേഷൻ വഴി കിട്ടുന്ന ഒരു റീജിയൻ ഉണ്ടാവും, അതോടൊപ്പം തന്നെ റിഫ്ലക്റ്റ് ചെയ്ത് വരുന്ന ഒരു റീജിയൻ ഉണ്ടാവും. പക്ഷേ ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള കുറച്ച് റീജിയനിൽ സ്കൈ വേവ് വഴിയോ അതല്ലെങ്കിൽ ഗ്രൗണ്ട് വേവ് വഴിയോ ഇൻഫർമേഷൻ കിട്ടാത്ത റീജിയൻ,
അതിന് വിളിക്കുന്ന പേരാണ് സ്കിപ്പ് സോൺ എന്നുള്ള കാര്യം ഓർക്കുക. തേർഡ് വൺ, ദ വെരി ഇമ്പോർട്ടൻറ്റ് വൺ, they are used in FM towers and TV signals or radar like systems, the line of sight communication. അപ്പോൾ ഹൈറ്റ് ഉള്ള ഒരു ടവർ ആണെങ്കിൽ നമ്മുടെ എർത്തിൻ്റെ സർഫസിലൂടെ കിട്ടാവുന്നുള്ള മാക്സിമം റേഞ്ച് എന്ന് പറയുന്നത് വി ക്യാൻ ഫൈൻഡ് ടു ബി ഈസ് ഈക്വൽ ടു ഡി ഈക്വൽ ടു റൂട്ട് ഓഫ് 2RHT. വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റാണ്. ദ മാക്സിമം സെപ്പറേഷൻ ബിറ്റ്വീൻ ദാറ്റ് ടവർ ഹൈറ്റ് ആൻഡ് that transmitter and receiver under loss mode വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റാണ്. അത് രണ്ടിൻ്റെ ഹൈറ്റ് അറിയാമെങ്കിൽ നമുക്ക് ഉത്തരത്തിലേക്ക് വരിക ഈസിയാണ്. സോ ദാറ്റ് ഈസ് റൂട്ട് 2RHT പ്ലസ് റൂട്ട് 2RHR. And the fourth one, the satellite communication. ഓർക്ക് in order to avoid the interference, the uplinking, that is നമ്മൾ സാറ്റലൈറ്റിലേക്ക് അയക്കുന്ന ഫ്രീക്വൻസിയും അത് തിരിച്ച് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഫ്രീക്വൻസിയും ഡിഫറെൻ്റ് ആയിട്ടാണ് നമ്മൾ വെക്കുക. സോ ദാറ്റ് ഈസ് ദ അപ്പ് ലിങ്കിങ് ഫ്രീക്വൻസീസ് ആർ നോർമൽ കേസസിൽ മെയ്ഡ് ഹയർ വിത്ത് റെസ്പെക്ട് ടു ദ ഡൗൺ ലിങ്കിങ് ഫ്രീക്വൻസീസ്. സാധാരണ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിന് 3 ടൈപ്പ് ഓർബിറ്റ്സുകളാണ് യൂസ് ചെയ്യാറുള്ളത്. അറൗണ്ട് 46,000 കിലോമീറ്റർ അകലെ സെൻട്രൽ എർത്തിൽ നിന്നുള്ള പാർക്കിംഗ് ഓർബിറ്റ്സ് അല്ലെങ്കിൽ ജിയോ സ്റ്റേഷനറി ഓർബിറ്റ്സ്, അറൗണ്ട് 1000 കിലോമീറ്റർ അകലെയുള്ള പോളാർ ഓർബിറ്റ്സ് ആൻഡ് ഓൾസോ 63 ഡിഗ്രി ഇൻക്ലൈനിലുള്ള 63 ഡിഗ്രി സ്ലാട്ട്. ഇങ്ങനെ 3 ടൈപ്പ് ഓർബിറ്റുകളാണ് കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ്സ് ആയിട്ട് ഉപയോഗിക്കുക. ഫോർ ഗ്ലോബൽ നെറ്റ്വർക്ക് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് 3 ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ്സ് അറ്റ് എ ടൈം ആണെന്നുള്ള കാര്യം ഓർക്കുക. അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ് നമ്മൾ ഒരു ബോഡിയുമായിട്ട് ഫിസിക്കൽ ടച്ചിങ് ഇല്ലാതെ തന്നെ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന പ്രോസസ്സ്. സോ ദാറ്റ് ഈസ് കോൾഡ് ദ റിമോട്ട് സെൻസിങ്. അതിനുവേണ്ടി ഇന്ത്യയിലെ റിമോട്ട് സെൻസിങ് സാറ്റലൈറ്റ്സുകളാണ് നമ്മൾ അതിന് യൂസ് ചെയ്യുന്നത്. സോ വിത്തൗട്ട് ദ കോൺടാക്ട് വിത്ത് ദ ബോഡി വി ക്യാൻ സെൻസ് ദ ഡേറ്റ ആൻഡ് ദാറ്റ് പ്രോസസ് ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് ദ റിമോട്ട് സെൻസിങ്. അപ്പോൾ ഇതിൽ ഈ 4 ഭാഗങ്ങളും വളരെ കൃത്യതയോടെ നിങ്ങൾ പഠിച്ചിരിക്കണം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ പരീക്ഷയ്ക്ക് എന്നുള്ള കാര്യം ഓർക്കുക. സി ദ നെക്സ്റ്റ് വൺ. ഈ ഒരു സെക്ഷനിൽ നിന്ന് മിനിമം നമുക്ക് 2 ക്വസ്റ്റ്യൻ ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് മോഡുലേഷൻ എന്ന് പറയുന്ന കാര്യം. നമുക്ക് മോഡുലേഷൻ എന്ന് പറയുന്നത് സാധാരണ രൂപത്തിൽ അതിന് ഡിപ്പെൻഡിങ് അപ്പോൺ ദ നാച്ചർ ഓഫ് മോഡുലേറ്റിംഗ് വേവ്, ദാറ്റ് മീൻസ് ഇൻഫർമേഷൻ ആൻഡ് ദ കരിയർ വേവ്, വി ക്യാൻ divide it into 3 categories as a sinusoidal modulation or continuous modulation, pulse modulation or digital modulation. ഓരോ കേസസിലും വി ആർ വിത്ത് 3 സെക്ഷൻസ്. The sinusoidal modulations are done through 3 processes as amplitude modulation, frequency modulation, phase modulation. അതേപോലെ pulse modulation with the pulse amplitude modulation, pulse width or duration modulation and pulse position modulation and digital modulation. അപ്പോൾ ഡിജിറ്റൽ മോഡുലേഷൻ വരുമ്പോൾ ഓർക്കണം അത് ഡൺ ചെയ്യുന്നത് 3 പ്രോസസ്സസ്, ASK, FSK, PSK, ആംപ്ലിറ്റ്യൂഡ് ഷിഫ്റ്റ് കീയിങ്, ഫ്രീക്വൻസി ഷിഫ്റ്റ് കീയിങ് ആൻഡ് ഫേസ് ഷിഫ്റ്റ് കീയിങ്. ഈ പ്രോസസ്സിലൂടെയാണ്. അപ്പോൾ നമ്മുടെ സിലബസിൽ വരുമ്പോൾ ആദ്യത്തെ കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ബാക്കിയുള്ളത് ജസ്റ്റ് മെൻഷൻ ചെയ്താണ് പോകുന്നത്. എന്നിരുന്നാലും അത് അറിഞ്ഞിരിക്കുവാൻ വേണ്ടി ശ്രദ്ധിക്കുക. എന്താണ് മോഡുലേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് കൊണ്ടുള്ള പ്രയോജനങ്ങൾ? അതിൽ ആദ്യത്തേത് നമുക്ക് തന്നെ വ്യക്തമാണ്, ലോങ് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷൻ. രണ്ടാമത്തത് വി ഗെറ്റ് എ പ്രാക്ടിക്കൽ ലെങ്ത് ഓഫ് ആൻറ്റിന. സാധാരണ ഒരു പെർഫെക്റ്റ് അല്ലെങ്കിൽ ഒരു കണ്ടീഷനായിട്ട് പറയുകയാണെങ്കിൽ പെർഫെക്റ്റ് ട്രാൻസ്മിഷൻ ഓർ റിസപ്ഷൻ വിൽ ഹാപ്പൻ ഓൺലി വെൻ ദ ലെങ്ത് ഓഫ് ദ ആൻറ്റിന ഈസ് കമ്പയറബിൾ വിത്ത് ലാംഡ ഓർ മാക്സിമം ഒരു മിനിമം വാല്യൂ എടുത്ത λ/4. സോ ആ ഒരു ഐഡിയ നമുക്ക് ലെങ്ത് ഓഫ് ദ ആൻറ്റിന കുറച്ച് കൊണ്ടുവരുവാൻ നമുക്ക് പറ്റും ഇപ്പോൾ മോഡുലേഷൻ പ്രോസസ്സ് ഉപയോഗിക്കുകയാണെങ്കിൽ. പവർ ഓഫ് ട്രാൻസ്മിഷൻ ഫ്രം ആൻ ആൻറ്റിന ഡിപ്പെൻഡ്സ് അപ്പോൺ ഇറ്റ്സ് ഫ്രീക്വൻസി ആൻഡ് ഹെൻസ് ഇറ്റ് ക്യാൻ ബി ഇൻക്രീസ്ഡ് ബിക്കോസ് ഓഫ് മോഡുലേഷൻ പ്രോസസ്. ബാൻഡ് വിഡ്ത്ത് നമുക്ക് സാധാരണ നമ്മുടെ ഓഡിയോ സിഗ്നലിൻ്റെ 20 to 20 kHz ആകുമ്പോൾ നമ്മൾ റേഡിയോ വേവ്സ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ അത് മെഗാഹെഡ്സിലേക്ക് മാറുന്നു എന്നുള്ള കാര്യം ഓർക്കുക. ലൈറ്റ് ഉപയോഗിക്കുമ്പോൾ അത് ടെറാഹെഡ്സ് ആയിട്ട് മാറുന്നു. സോ ദ ബാൻഡ് വിഡ്ത്ത് ഇൻക്രീസസ് and can be avoided to used to avoid interference. നമുക്ക് ആദ്യം ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിലേക്ക് നടക്കാം. ഏത് മോഡുലേഷൻ പ്രോസസ്സ് ആണെങ്കിലും ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഇൻസ്റ്റൻറ്റേനിയസ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ മോഡുലേറ്റിംഗ് വേവ് ആണ്.
So amplitude modulation means the amplitude of the carrier wave changes in accordance with the instantaneous amplitude of the modulating wave. അതേപോലെ ഫ്രീക്വൻസി മോഡുലേഷൻ എന്ന് പറയുമ്പോൾ ഓർക്കുക, ഫ്രീക്വൻസി ഓഫ് ദ കരിയർ വേവ് ചേഞ്ചസ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ ഇൻസ്റ്റന്റേനിയസ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ ഇൻഫർമേഷൻ അല്ലെങ്കിൽ മോഡുലേറ്റിംഗ് വേവ്. അപ്പോൾ നമുക്ക് മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള ചില കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. സോ ദിസ് ഈസ് ദ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ദ മോഡുലേറ്റിംഗ് വേവ്, ദ മെസ്സേജ്, ആൻഡ് ദിസ് ഈസ് ഫോർ ദ കരിയർ വേവ്, ആൻഡ് ദിസ് ഈസ് ആ മോഡുലേറ്റഡ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് വേവ്. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് വരുമ്പോൾ കിട്ടിയ വേവ് ആണ് ദിസ് മച്ച്. മാത്തമാറ്റിക്കലി റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്ന ആ നൊട്ടേഷൻസ് ഒന്ന് ശ്രദ്ധിച്ചേ. സോ ഹിയർ ദറ്റ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് വേവ്, വളരെ പ്രധാനപ്പെട്ട ഈ റിലേഷൻ ഒന്ന് ശ്രദ്ധിച്ചു പോയേ. So that is it is a summation of 3 sinusoidal wave. So the first one with the വിളിക്കുന്ന പേര് സെൻട്രൽ ഫ്രീക്വൻസി എന്നാണ്. അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് EC ആണ്. അതിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഒമേഗ C ആണ്. സെയിം ലൈക്ക് ദാറ്റ് ഓഫ് ദ കരിയർ വേവ്. ദ സെക്കൻഡ് വൺ, അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് m/EC/2. അതിൻ്റെ ഫ്രീക്വൻസി ആസ് FC - FM. അതിനെ വിളിക്കുന്ന പേരാണ് ലോവർ സൈഡ് ബാൻഡ് എന്നുള്ള കാര്യം ഓർക്കുക. And the third wave is got the amplitude as m/EC/2 with a frequency as FC plus FM. So that is what is called the upper side band. Upper side band. Here, what is M? It is called the modulation factor or degree of modulation. We can just find the value by the amplitude of the modulating wave by the amplitude of the carrier wave. അപ്പോൾ ഒരു ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് വേവിൽ കിട്ടാവുന്നുള്ള മാക്സിമം ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഈ അവിടുത്തെ കരിയർ വേവ് പ്ലസ് മോഡുലേറ്റിംഗ് വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ആയിരിക്കും. അപ്പോൾ മിനിമം വേവ് എന്ന് പറയുന്ന മിനിമം ആംപ്ലിറ്റ്യൂഡ് ഇവിടെ സംഭവിക്കും. ആ വാല്യൂ എന്ന് പറയുന്നത് EC - EM ആയിരിക്കും. ഇത് രണ്ടും ഇക്വേഷൻസും കൂടെ നമുക്ക് ഒരുമിച്ച് ചേർത്താൽ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ മോഡുലേറ്റിംഗ് വേവ് നമുക്ക് ഈസിയോടെ നമുക്ക് കിട്ടി. സോ ദാറ്റ് ഈസ് Emax - Emin/2 ആൻഡ് that carrier wave was Emax plus Emin/2. ഇത് രണ്ട് ഫോർമുലയും കൂടെ ഒരുമിച്ച് ചേർത്ത് നമുക്ക് മോഡുലേഷൻ ഫാക്ടർ നമുക്ക് കണ്ടുപിടിക്കാം as EM/EC, that is Emax - Emin/Emax plus Emin. ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ് ബാൻഡ് വിഡ്ത്ത് പെർ സ്റ്റേഷൻ എന്ന് പറയുമ്പോൾ ഓരോ ടവറിൻ്റെയും ബാൻഡ് വിഡ്ത്ത് കണ്ടുപിടിക്കാൻ അവിടുത്തെ അപ്പർ സൈഡ് ബാൻഡ് ഫ്രീക്വൻസി എത്രയാണോ അതിൽ നിന്ന് ലോവർ സൈഡ് ബാൻഡ് ഫ്രീക്വൻസി നമ്മൾ സബ്ട്രാക്ട് ചെയ്താൽ we get the value 2FC. And keep in mind the power are encaged with our carrier wave, the side bands, etc. വളരെ പ്രധാനപ്പെട്ട റിലേഷൻ ആണ്. പവർ വിത്ത് the carrier wave as EC² division by 2R. For the side bands together we can say as m² EC² division by 4R or equal to m² PC/2. So we can relate the total power with the power of the carrier wave as equal to PC into 1 plus m² division by 2. Look the another concept. The fraction of the total power with the side bands as m² division by 2 plus m². നമ്മുടെ ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് വേവിൻ്റെ ഒരു ഫ്രീക്വൻസി സ്പെക്ട്രം ഒന്ന് അനലൈസ് ചെയ്ത്. സോ and keep in mind the 3 frequencies are involved here as omega C and omega C minus omega m and omega C plus omega m. വിത്ത് ദ ആംപ്ലിറ്റ്യൂഡ് ഓർക്കുക, നമ്മളുടെ രണ്ട് സൈഡ് ബാൻഡുകൾക്കും ഒരേ ആംപ്ലിറ്റ്യൂഡാണ്. നമ്മുടെ സെൻട്രൽ ഫ്രീക്വൻസി കരിയർ വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡ് കൂടുതലാണ്. സോ ദാറ്റ് ഈസ് എ ബാൻഡ് വിഡ്ത്ത് ഫോർ ദാറ്റ് വൺ. സോ വളരെ പ്രധാനപ്പെട്ട ഇക്വേഷൻസ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ജസ്റ്റ് ഇത് ഒന്ന് പ്രോബ്ലമാറ്റിക് സിറ്റുവേഷനിൽ അപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് നല്ല സ്കോർ കിട്ടുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. നമ്മുടെ ജെയും മെയിനുമായിട്ടുള്ള പരീക്ഷ എടുക്കുമ്പോൾ കേരളയ്ക്ക് എടുക്കുമ്പോൾ ചില മിസ്സിംഗ് ബ്ലോക്കുകൾ തന്നിട്ട് അത് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് ബേസ്ഡ് ഓൺ ദ ബ്ലോക്ക് ഡയഗ്രാംസ്. സോ അത് ജസ്റ്റ് നമുക്കൊന്ന് മെൻഷൻ ചെയ്യാം. 4 വളരെ പ്രധാനപ്പെട്ട ബ്ലോക്ക് ഡയഗ്രാംസ്. സോ അറ്റ് ഫസ്റ്റ് വൺ ദ മോഡുലേറ്റ്, ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റ്. അപ്പോൾ നമ്മുടെ മോഡുലേറ്റിംഗ് സിഗ്നലും കരിയർ വേവും ഒരുമിച്ച് ചേർത്ത് ഒരു പർട്ടിക്കുലർ ഡിവൈസിലേക്ക് നമ്മൾ കടത്തിവിടും. സ്ക്വയർ ലോ ഡിവൈസ് എന്നാണ് അതിനെ പറയുക. ആ സ്ക്വയർ ലോ ഡിവൈസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഫോർമുലയ്ക്ക് y = bx + cx² എന്ന് പറയുന്ന ഒരു നോൺ ലീനിയർ ഔട്ട്പുട്ട് നമുക്ക് കിട്ടുക എന്നുള്ളതാണ് ഈ സ്ക്വയർ ലോ ഡിവൈസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. പക്ഷെ അപ്പോഴും ഓർക്കണം, ഈ സ്ക്വയർ ലോ ഡിവൈസ് തരുന്ന നോൺ ലീനിയർ ഔട്ട്പുട്ടിനുള്ളിൽ
നമുക്ക് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായിട്ടുള്ള പല ഫ്രീക്വൻസീസ് ലൈക്ക് ഒമേഗ എം, 2 ഒമേഗ സി, ഒമേഗ എം, 2 ഒമേഗ സി, ഒമേഗ സി മൈനസ് ഒമേഗ എം, ഒമേഗ സി പ്ലസ് ഒമേഗ എം, അതോടൊപ്പം തന്നെ ഒരു ഡി സി ടേം ഉൾപ്പെടെ അതിനകത്തുണ്ടാവും. അപ്പോൾ ആവശ്യമുള്ളതിനെ നമുക്ക് തിരിച്ചെടുക്കാൻ വേണ്ടിയാണ് നമ്മൾ അടുത്ത ഒരു ഡിവൈസിലേക്ക് കടത്തിവിടുക. ഇറ്റ് ഈസ് കോൾഡ് ബാൻഡ് പാസ് ഫിൽറ്റർ. ബാൻഡ് പാസ് ഫിൽറ്റർ. സോ അതിൽ നിന്ന് ഫിൽറ്റർ ചെയ്ത് മാറ്റാൻ അനാവശ്യമായിട്ടുള്ള 2 ഒമേഗ സി, ഒമേഗ എം, ദെൻ 2 ഒമേഗ എം, ഒമേഗ, അതോടൊപ്പം ഈ ഡി സി ടേം, ഇവയെല്ലാം ഫിൽറ്റർ ചെയ്തെടുക്കാനാണ് ബാൻഡ് പാസ് ഫിൽറ്റർ ഉപയോഗിക്കുക. ദെൻ ദ ഔട്ട്പുട്ട് ഈസ് ദ എം വേവ്. സോ ദ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബ്ലോക്ക് ഡയഗ്രാമാണ്, ഓർത്തിരിക്കുക. ട്രാൻസ്മിറ്റർ, നമ്മുടെ ഈ പറഞ്ഞ മോഡുലേറ്റർ ഇൻക്ലൂഡ് ചെയ്യുന്ന, അപ്പോൾ നമ്മുടെ മോഡുലേറ്റിംഗ് വേവ് വരുന്നു, കരിയർ വേവ് നമ്മുടെ കരിയർ ഓസിലേറ്റർ ഉണ്ടാക്കി കൊടുക്കുന്നു, അത് മോഡുലേറ്ററിലേക്ക് എത്തുന്നു. പിന്നെ അത് ഒത്തിരി അകലെ ട്രാവൽ ചെയ്യാൻ വേണ്ടി നമ്മളൊരു ആംപ്ലിഫയറിലും കൂടെ കടത്തിവിട്ട് ഒരു ആൻറ്റിനയിലേക്ക് എത്തുമ്പോൾ അത് ട്രാൻസ്മിഷന് വേണ്ടി സജ്ജമായിരിക്കും. അപ്പോൾ ട്രാൻസ്മിറ്ററിൽ ഏറ്റവും പ്രധാനപ്പെട്ട 3 എലിമെൻറ്റ്സ് എന്ന് പറയുന്നത് മോഡുലേറ്ററും ആംപ്ലിഫയറും ട്രാൻസ്മിറ്റിംഗ് ആൻറ്റിനയും. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഓർഡർ ഒന്ന് ഓർത്തിരിക്കുക. കാരണം അങ്ങനെയും പരീക്ഷയ്ക്ക് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, കറക്റ്റ് ഓർഡർ എഴുതാൻ വേണ്ടി. ഇപ്പം നമ്മുടെ വീട്ടിലിരിക്കുന്ന ആൻറ്റിനയിലേക്ക് എത്തുമ്പോൾ ഏതൊക്കെ തരത്തിൽ, അപ്പോൾ അതിലാദ്യം റിസീവിങ് ആൻറ്റിനയാണ്. പിന്നെ അതിൻ്റെ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കാൻ ഒരു പവർ ആംപ്ലിഫയർ. ഇൻ ഓർഡർ ടു അവോയ്ഡ് ദ കോംപ്ലക്സിറ്റി ഓഫ് ദ ഇൻസ്ട്രുമെൻറ്റ്സ്, നമ്മുടെ കരിയർ വേവിൻ്റെ ഫ്രീക്വൻസി കുറയ്ക്കുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ഉണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് IF സ്റ്റേജ്, ഇൻ്റർമീഡിയറ്റ് ഫ്രീക്വൻസി സ്റ്റേജ് എന്നാണ് അതിനെ വിളിക്കുക. അത് കഴിഞ്ഞിട്ട് അത് നമ്മുടെ ഡിറ്റക്ടറിലേക്ക് പോകും, ഡീമോഡുലേറ്ററിലേക്ക് മാറും. നമ്മുടെ ഇൻഫർമേഷനെ നമ്മുടെ കരിയർ വേവിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന ഡിവൈസ്. പിന്നെ ഒന്നുകൂടെ ആംപ്ലിഫൈ ചെയ്ത് ഔട്ട്പുട്ടിലേക്ക്, ഡിസ്പ്ലേ യൂണിറ്റിലേക്ക് അതെത്തുന്നു, ഓർത്തിരിക്കുക. ഈ ഡിറ്റക്ടർ എന്ന് പറയുന്ന, നമ്മുടെ എൻവലപ്പ് ഡിറ്റക്ടർ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഡീമോഡുലേറ്റർ എന്ന് പറയുന്നതിനകത്തുള്ള ഇൻസ്ട്രുമെൻസുകളൊന്ന് ശ്രദ്ധിക്കുക. എം വേവ് ഈസ് ഫെഡ് ടു എ റെക്ടിഫയർ, ഒരു ഡയോഡ് റെക്ടിഫയറിലേക്ക് കൊടുക്കുക. അപ്പോൾ ഫോർവേഡ് ബയാസ്ഡ് ആയിരിക്കുമ്പോൾ അതിൻ്റെ പകുതി പാർട്ട് മാത്രമേ ഔട്ട്പുട്ടായിട്ട് വരുന്നു എന്നുള്ള കാര്യം ഓർക്കുക. ദെൻ ഇറ്റ് ഈസ് ടു എ ഫിൽട്ടർ സർക്യൂട്ട്, അല്ലെങ്കിൽ അതിനെ എൻവലപ്പ് ഡിറ്റക്ടർ എന്ന് നമുക്ക് പറയാം. സോ ദാറ്റ് വിൽ ഗീവ് ഇറ്റ് വാട്ട്. സോ ഈ പറയുന്നത് ഫിൽട്ടർ സർക്യൂട്ടിന് അപ്പുറത്തേക്ക് വരുമ്പോൾ നമുക്ക് ഹൈ ഫ്രീക്വൻസി ആയിട്ടുള്ള നമ്മുടെ കരിയർ വേവിനെ അവരുടെ ഷോർട്ട് സർക്യൂട്ടഡ് ആവുകയും ഇൻഫർമേഷൻസ് നമുക്ക് ഔട്ട്പുട്ടായിട്ട് നമുക്ക് അവൈലബിൾ ആവുകയും ചെയ്യും. So these are the important block diagrams regarding this chapter. Now we can just go through some sample very important problematic situations of the chapter. So the first one, a TV tower has a height of 150 meter. What is the total population covered by the TV tower if the population density around the TV tower is 10 cube kilometer raised to -2? നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ് എന്താണ് പോപ്പുലേഷൻ ഡെൻസിറ്റി. സോ ദാറ്റ് ഈസ് നത്തിങ് ബട്ട് പോപ്പുലേഷൻ ബൈ ഏരിയ. ഏരിയയിൽ R ഈസ് നത്തിങ് ബട്ട് റേഞ്ച് ആണ്. ഇപ്പോൾ റേഞ്ച് എന്ന് പറയുമ്പോൾ √2RH എന്ന് നമുക്കറിയാം. അങ്ങനെ വരുമ്പോൾ പോപ്പുലേഷൻ ഡെൻസിറ്റിക്കുള്ള റിലേഷൻ പോപ്പുലേഷൻ ബൈ 2πRH വളരെ പ്രധാനപ്പെട്ട റിലേഷനാണ്. സോ ഫ്രം ദാറ്റ് യു ക്യാൻ യൂസ് ദ റിലേഷൻ ടു ഫൈൻഡ് ദ പോപ്പുലേഷൻ. അവിടെ ഉപയോഗിക്കുമ്പോൾ ഒരു കാര്യം ഓർക്കുക, നമ്മുടെ പോപ്പുലേഷൻ ഡെൻസിറ്റി പെർ കിലോമീറ്റർ സ്ക്വയറിലാണെങ്കിൽ അതേപോലെ തന്നെ റേഡിയസും ഹൈറ്റിൻ്റെയും യൂണിറ്റ് കൊടുക്കാൻ വേണ്ടി മാത്രം ശ്രദ്ധിക്കുക. യു ഗെറ്റ് ദ ആൻസർ. ലുക്ക് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇഫ് ദ ക്രിട്ടിക്കൽ ഫ്രീക്വൻസി ഫോർ സ്കൈവേവ് പ്രൊപ്പഗേഷൻ ഈസ് 12 MHz, then the maximum electron density in the ionosphere is. സോ അതിനകത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റ്സ്. See, we can relate the critical frequency with the number density through the relation as n is equal to fc square division by 81. വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റ് ആണ്. So you just substitute that fc as 12 mega the whole square by 81, you get the answer. So the simple questions are waiting from this chapter. See, in an amplitude modulated wave, the maximum amplitude is 10 volt. The modulation index is 2/3. Then the minimum amplitude is. So we know the simpler relation. As the modulation factor, take the value Emax minus E minima by Emax plus E minima. So we can just substitute and you can find the E minima value. See, of the following, which is a preferred modulation scheme for digital communication. So നമുക്ക്
നമ്മളിൽ ആയിരിക്കുന്ന കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ് 9 അവിടെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിൽ ഉൾപ്പെടാത്ത ഒരു പ്രോസസ്സുണ്ട്. സാധാരണ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസ് എന്ന് പറയുന്നത് അതിനകത്തുള്ള പ്രോസസ്സ് ഇതൊക്കെയാണ്: ASK, FSK ആൻഡ് PSK. ബാക്കി എല്ലാ പ്രോസസ്സും എന്ന് പറയുമ്പോൾ AM-ഉം FM-ഉം PM-ഉം അതോടൊപ്പം തന്നെ PAM, PPM, PWM ഇതെല്ലാം തന്നെ അനലോഗ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റമാണ്. ഇതാണ് ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. ഈ 9 ഉൾപ്പെടാത്ത ഒരു സിസ്റ്റം കൂടിയുണ്ട്. അതിനാണ് പൾസ് കോഡ് മോഡുലേഷൻ എന്ന് പറയാം. ആൻഡ് ദാറ്റ് പ്രോസസ് ഈസ് യൂസ്ഡ് ടു കൺവേർട്ട് നോർമൽ കേസസിലെ അനലോഗ് സിഗ്നൽസ് ഇൻ ടു ഡിജിറ്റൽ സിഗ്നൽസ്. ഡിജിറ്റൽ സിഗ്നലാക്കി മാറ്റാൻ ഉപയോഗിക്കുന്ന ഒരു സ്പെഷ്യൽ പ്രോസസ്സാണ് പൾസ് കോഡ് മോഡുലേഷൻ ത്രൂ 3 പ്രോസസ്സസ്. ആസ് വളരെ പ്രധാനപ്പെട്ട ചില കേസസ് ഉണ്ട്. അതിൽ ആദ്യത്തെ പ്രോസസ്സാണ് സാമ്പിളിംഗ് എന്ന് പറയും. ദ സെക്കൻഡ് വൺ ആസ് ക്വാണ്ടൈസേഷൻ എന്ന് പറയും. ആൻഡ് ദ തേർഡ് വൺ ഇറ്റ് ഈസ് കോൾഡ് കോഡിംഗ്. ഇത്രയും പ്രോസസ്സിലൂടെ കടക്കുമ്പോൾ ഒരു അനലോഗ് സിഗ്നൽ ഡിജിറ്റലാക്കി മാറുന്നു. അതുകൊണ്ട് ഇവിടെ ഇപ്പം തന്നിരിക്കുന്ന ചോയ്സസിലെ ഡിജിറ്റൽ പ്രോസസ്സായിട്ട് നമുക്ക് പൾസ് കോഡ് മോഡുലേഷനെ നമുക്ക് പറയാൻ പറ്റും. സോ റിയൽ സ്റ്റുഡൻസ്, വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററാണ്. നിങ്ങളുടെ കേരള എൻട്രൻസിന് നമ്മുടെ JEE മെയിന് നമുക്ക് മിനിമം JEE മെയിൻ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഈ ചാപ്റ്ററിലൊന്ന് വെയിറ്റ് ചെയ്യാം. ബട്ട് ഫോർ കീം എൻട്രൻസ് among the all physics chapters we can say based on its content that this chapter is the very very important chapter. You can wait minimum 4 questions from this chapter. So try to do maximum MCQs, then you can get maximum score in the coming entrance exams. So students, take care. God bless.